ഈ കൂമ്പിനടി എന്ന് പറയുന്നതൊക്കെ സിനിമയിൽ മാത്രമേ കണ്ട് പരിചയമുള്ളൂ. ഇടയ്ക്ക് നടന്നൊരു സംഭവത്തിന്റെ CCTV ദൃശ്യത്തിൽ ഇത് കാണാനിടയായി. തൃശ്ശൂരിലെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ 2013 ഏപ്രിൽ 6 നടന്ന അതിക്രൂരമായ മർദ്ദനം. യൂത്ത് കോൺഗ്രസ് ചോന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെതിരായിട്ടായിരുന്നു ഈ ആക്രമണം നടന്നത്. അതും കൺമുന്നിൽ CCTV ക്യാമറകൾ നീക്കി. വിഷയങ്ങൾ പുറത്തു വന്നത് വളരെ പെട്ടെന്നുള്ള വാർത്തയായിട്ടായിരുന്നു. പക്ഷെ അതിന് പിന്നിൽ ഒരു നീണ്ട കാലത്തെ കാത്തിരിപ്പുണ്ട്. വിവരാവകാശ നിയമം ഉപയോഗിച്ചാണ് സുജിത്ത് ഈ ദൃശ്യങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. ആക്ച്വലി ഇതൊരാളോടുള്ള ആരോപണം മാത്രമല്ല, ഇതിന് പിറകിൽ മുഴുവൻ സിസ്റ്റത്തിൻ്റെയും ഒരു ഇരുണ്ട മുഖം കൂടെ ഉണ്ട്. കസ്റ്റഡിയിലെടുത്തതിന് ശേഷം സുജിത്തിന്റെ കേൾവിശക്തി പോലും നഷ്ടപ്പെട്ടിരുന്നു. ആ ദിവസം നടന്നത് ഒരാൾക്കെതിരെയുള്ള ക്രൂരതയ്ക്കപ്പുറം ഒരു മനുഷ്യനിഷേധം കൂടിയാണ്. പൊതുസ്ഥലത്ത് വെച്ച് തന്റെ സുഹൃത്തുക്കളെ ഭീഷണിപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ സുജിത്ത് ചോദ്യം ചെയ്തതായിരുന്നു ഈ സംഭവത്തിന് തുടക്കം. ആ ചോദ്യം അതാണ് സുജിത്തിനെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചതും ഈ പീഡനത്തിന് ഇരയാക്കിയത്. സ്റ്റേഷനിലെത്തുന്നതിന് തൊട്ടു മുമ്പ് ജീപ്പ് റോഡിൽ നിർത്തുകയും സജീവൻ എന്ന ഉദ്യോഗസ്ഥൻ അവിടെ തന്നെ ആദ്യ ആക്രമണം തുടങ്ങിയെന്നും പിന്നീട് പോലീസ് സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം അത് കൂട്ടമായി നടന്ന ക്രൂരമായ അക്രമമായി മാറിയെന്നുമാണ് സുജിത്ത് പറഞ്ഞത്. അതിനുശേഷം വെറും അക്രമം മതിയായില്ലെന്ന പോലെ ഉദ്യോഗസ്ഥർ ഒരു വ്യാജ FIR ഫയൽ ചെയ്തു. പൊതുജന ശല്യം, മദ്യപാനം, ജോലി തടസ്സപ്പെടുത്തൽ എന്നിങ്ങനെ. എന്നാൽ മെഡിക്കൽ റിപ്പോർട്ടിൽ സുജിത്ത് മദ്യപിച്ചിട്ടില്ലെന്ന് തെളിഞ്ഞു. കോടതി ഇതനുസരിച്ച് ജാമ്യം അനുവദിക്കുകയും ചെയ്തു. എന്നാൽ സംഭവം അവിടെ അവസാനിച്ചില്ല. ഉന്നത ഉദ്യോഗസ്ഥർക്കും മനുഷ്യാവകാശ കമ്മീഷനും സുജിത്ത് പരാതി നൽകി. അന്വേഷണത്തിലൂടെ തന്നെ CCTV ദൃശ്യങ്ങൾ സത്യത്തിന്റെ വശത്തെത്തി. ഇതിനോടകം പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് M. ജയന്ത് കേസെടുക്കാൻ ഉത്തരവിട്ടു. ഇനി കോടതി മേൽനോട്ടത്തിലായിരിക്കും നിയമ നടപടികൾ പുരോഗമിക്കുന്നത്. ഇതൊരു വ്യക്തിഗത ആക്രമണം മാത്രമല്ല, ഇതൊരു സിസ്റ്റം എങ്ങനെ ഒരു സാധാരണക്കാരനെ ചെറുതായി കണ്ട് ക്രൂശിക്കാം എന്നതിന് ഉദാഹരണം കൂടിയാണ്. ഈ സംഭവം നമ്മളോടൊരു ചോദ്യം ചോദിക്കുന്നത്, ഒരു ജനാധിപത്യത്തിൽ ഒരാൾക്ക് ചോദ്യം ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരിക്കില്ലേ? അതിനു മറുപടി ക്രൂരതയാണോ?